കഴിഞ്ഞ മാസത്തോടെയാണ് രാജ്യത്തുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയവർ തങ്ങളുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. വളരെ സുപ്രധാനമായ നീക്കമായിരുന്നു. പല പ്രധാനപ്പെട്ട സർവീസ് പ്രൊവൈഡർമാരും നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. നിരക്ക് വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നെ ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സർവീസ് പ്രൊവൈഡർമാരിൽ നിന്ന് പോർട്ട് ചെയ്ത് BSNL ആളുകൾ മാറുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അതും വലിയ മാറ്റമായിരുന്നു. പ്രധാനപ്പെട്ട സർവീസ് പ്രൊവൈഡർമാരായിട്ടുള്ള ജിയോയോ എയർടെല്ലോ പ്രതീക്ഷിക്കുന്നതിന് മുകളിലുള്ള മാറ്റമായിരുന്നു ആ രണ്ട് സർവീസ് പ്രൊവൈഡർമാരിൽ നിന്നും BSNL ആളുകൾ മാറിയത്. ജിയോയുടെയും എയർടെലിൻ്റെയും ആ പഴയ മേന്മയില്ലെന്നും അവർ നിരക്ക് വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾ ഇനി ഇപ്പുറത്തോട്ട് മാറുകയാണെന്ന് പറഞ്ഞാണ് ജനങ്ങൾ മാറിയത്. അത് വലിയ രീതിയിലാണ് ജനങ്ങൾ മാറിയത്. മാത്രമല്ല 5G സർവീസ് തുടങ്ങിയ ജിയോയ്ക്ക് 5G വെച്ച് മാത്രം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ നിന്നത്. മാത്രമല്ല എയർടെല്ലും 5G സർവീസ് ആരംഭിച്ചിരുന്നു. 5G സർവീസ് ആരംഭിക്കുകയും BSNL 4G പൂർണ്ണമായിട്ടും എത്താത്തതിനാൽ ആളുകൾ പോകത്തില്ലെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ കവച്ച് വെച്ചുകൊണ്ടാണ് ആളുകൾ വീണ്ടും തിരിച്ച് BSNL തിരിച്ചു പോയത്. മാത്രമല്ല BSNL അതിനുശേഷം പിന്നെ 4G സർവീസുകൾ ആരംഭിക്കുന്നു പ്രഖ്യാപിക്കുകയും മാത്രമല്ല ടാറ്റയുമായി ചേർന്ന് പുതിയൊരു പദ്ധതി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ BSNL വരുന്ന ആളുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. മാത്രമല്ല അതിനുശേഷം പ്രധാനപ്പെട്ട സർവീസ് പ്രൊവൈഡർമാരിൽ ഒരാളായിട്ടുള്ള വോഡാഫോൺ ഐഡിയയുടെ ഇന്ത്യയിലെ മേധാവി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് പോർട്ട് ചെയ്ത് BSNL പോയത്. അവർ അപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 5G സർവീസ് ഉടനെ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ 5G സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ 5th ജനറേഷൻ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ പോയ ആളുകൾ തിരിച്ചു വരികയും ഈ ആൾക്കാർ പോർട്ട് ചെയ്യുന്ന പോകുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ അതിനു കൂടി മറുപടിയായിട്ട് ഇപ്പോൾ BSNL രംഗത്തിറങ്ങിയിരിക്കുകയെന്ന് എടുത്ത് പറയാം. BSNL പുതിയ പരിപാടി നടത്താൻ പോവുകയാണ്. 4G സർവീസുകൾ പൂർണ്ണമായിട്ടും എത്തിയില്ലെങ്കിലും നിലവിലത്തെ സർവീസുകളിൽ സ്പീഡ് വർദ്ധിപ്പിക്കാനുള്ള പരിപാടി ഇപ്പോഴേ BSNL ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വാർത്ത. നിശ്ചിത പ്ലാനുകളുടെ സ്പീഡ് കൂട്ടി ഉപഭോക്താക്കളെ ആകർഷിക്കാൻ നീക്കം നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിലത്തെ സർവീസ് പ്രൊവൈഡർമാരായിട്ടുള്ള ജിയോ ആയിട്ടും എയർടെല്ലുമായിട്ടും വോഡാഫോൺ ഐഡിയയുമായിട്ടും നേരിട്ട് മത്സരിക്കാൻ തന്നെയാണ് BSNL തീരുമാനിച്ചിരിക്കുന്നതാണ് ഇതിൽ മനസ്സിലാവുന്ന കാര്യം. ജിയോ, എയർടെൽ തുടങ്ങിയ സർവീസ് പ്രൊവൈഡർമാർ ഇൻ്റർനെറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതോടെ മത്സരത്തിനൊരുങ്ങിയിരിക്കുകയാണ് BSNL. നിശ്ചിത പ്ലാനുകളുടെ സ്പീഡ് കൂട്ടി ഉപഭോക്താക്കളെ ആകർഷിക്കാൻ നീക്കം നടക്കുന്നതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ചെലവിലുള്ള 3 ബ്രോഡ്ബാൻഡ് പ്ലാനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനാണ് നിലവിലെ നീക്കം. ഇതോടെ 350 രൂപയ്ക്ക് താഴെയുള്ള 249, 299, 329 പ്ലാനുകളുടെ സ്പീഡ് വർദ്ധിക്കും. വില വർധനവിലൂടെ മറ്റ് സർവീസ് പ്രൊവൈഡർമാരിൽ അസ്വസ്ഥരായ ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് എത്തിക്കാനാണ് BSNL ഈ ശ്രമം. നിലവിൽ 15%-ഓളമാണ് ജിയോ അടക്കമുള്ള മുൻനിര സർവീസ് പ്രൊവൈഡർമാർ നിരക്ക് കൂട്ടിയിട്ടുള്ളത്. 15% മുകളിലാണ് അവർ കൂട്ടിയിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ BSNL വ്യക്തമായിട്ട് 4G സർവീസുകൾ വിപുലീകരിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. നിലവിൽ രാജ്യത്താകെ 4G സർവീസുകൾ BSNL നൽകുന്നില്ല. ജിയോയും എയർടെല്ലും മാത്രമാണ് നൽകുന്നത്. അവർ ഇപ്പോൾ 5G മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് സ്പീഡ് വർദ്ധിപ്പിച്ച് പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വർഷം അവസാനത്തോടെ പരിപൂർണമായിട്ടും 4G മാറാനും BSNL ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വലിയ മാറ്റമായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്ന. BSNL തൻ്റെ പഴയ കാലത്തേക്ക് ഒരു കാലത്ത് BSNL ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവീസ് പ്രൊവൈഡർമാരിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ജിയോ വന്നതിന് ശേഷമാണ് ആ സ്ഥാനം ജിയോ കൊണ്ടുപോയത്. എന്നിരുന്നാലും ആ പഴയ സ്ഥാനത്തേക്ക്, പഴയ ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും BSNL എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മറ്റ് ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ BSNL വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.